സുബ്രഹ്മണ്യൻ എന്ന കോൺഗ്രസ് നേതാവിനെ അകാരണമായും അനാവശ്യമായും ചേവായർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച മാധ്യമങ്ങളൊക്കെ കാണിച്ചു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെയുള്ള ചിത്രം അദ്ദേഹം പരസ്യപ്പെടുത്തി പുറത്തുവിട്ടു. ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉള്ള ഒരു അടിക്കുറിപ്പോടെ. അപ്പോൾ അത് സുബ്രഹ്മണ്യൻ യഥാർത്ഥത്തിൽ ആ ചിത്രം സുബ്രഹ്മണ്യൻ എടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ, എപ്പോഴും ബഹു എന്ന് പറയുന്നത് വെച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, ക്ഷമിക്കണം, നമ്മുടെ ബഹുമുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പരസ്യപ്പെടുത്തിയ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്ന് എടുത്തതാണ്. യഥാർത്ഥ ഒരു വീഡിയോ ആണത്. അതിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് എന്തോ പടം എടുത്തു എന്നുള്ളതാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് എന്തോ കാര്യമായിട്ട് കുശലം പറയുന്ന പോലുള്ള ഒരു കാഴ്ച അതിന് വരുത്തിയെന്നുള്ളതാണ് കേസ്. അത് ഈ സംഭവം അങ്ങോട്ട് വൈറലാവാൻ തുടങ്ങിയപ്പം മുതൽ, അപ്പോൾ അതിൽ എന്തോ ഒരു സംശയം തോന്നിയ ഒരു ചിത്രമാണെന്ന് തോന്നുന്നു ശ്രീ സുബ്രഹ്മണ്യൻ അങ്ങ് വിഡ്രോ ചെയ്തു. ആദ്യമേ ഡിലീറ്റ് ചെയ്തു. കാരണം അതിൽ ആധികാരികതയില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ സംശയം തോന്നിയത് കൊണ്ടാണെന്നാണ് ശ്രീ സുബ്രഹ്മണ്യൻ പറയുന്നത്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന നേതാവ്, കോൺഗ്രസ് നേതാവ്, രാഷ്ട്രീയ കാര്യ സമിതി KPCCയുടെ അതിലംഗമാണ്. അപ്പോൾ KPCCയിൽ ഇതുപോലുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളെ ആണ് ഇതുപോലെ പരസ്യമായിട്ട് കൊണ്ടുപോകുന്നത്, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിന് പോലീസ് എടുത്ത കേസാണ് വളരെ രസകരം. സെക്ഷൻ 196 BNS, ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 196, അതായത് അതനുസരിച്ചാണ് ഈ കേസ് എടുത്തേക്കുന്നത്. പിന്നെ വേറെ 120 ഈ പോലീസ് ആക്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഇതിന് ബാധകമാവുന്ന ഒരു കാര്യമല്ല. ഇത് അങ്ങേയറ്റം ഡിഫമേറ്ററി, മുഖ്യമന്ത്രിക്ക് മാനനഷ്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ട് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി പബ്ലിക് പ്രോസിക്യൂട്ടറിന് എന്നെ ചുമതലപ്പെടുത്തി പബ്ലിക് പ്രോസിക്യൂട്ടറിന് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം കോടതിയിൽ. ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കേസ് കൊടുക്കാം. ഇതൊന്നും അല്ലാതെ പോലീസിനെ കൊണ്ട് ഇങ്ങനൊരു പണി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വൃത്തികേടായിപ്പോയി ചെയ്തത്. കാരണം അത്ര വിവരമില്ലായ്മയാണ്. പോലീസിന് വിവരമില്ലാത്തതാണോ അതോ വിവരമില്ലാത്തവർ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏതായാലും അറിഞ്ഞുകൊണ്ട് കുറേ പേര് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുഴിച്ചടിക്കാനായിട്ട് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു പോറ്റിപ്പാട്ട് വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു കേസങ്ങ് എടുത്തു. എന്നിട്ട് അത് കേസ് എങ്ങനെയെങ്കിലും അങ്ങ് വിഡ്രോ ചെയ്ത് കളയാനായിട്ട് ഇപ്പം നോക്കി നടക്കുക. കാരണം അത് മാർഗ്ഗമില്ല, നിൽക്കത്തില്ല എന്ന് മനസ്സിലായി. അതിലും വളരെ വഷളാണ് ഇവിടെ കാര്യം. 196 വകുപ്പ് BNSൻ്റെ അനുസരിച്ച് അതിൻ്റെ 1-ാം വകുപ്പ്, അതായിരിക്കും അവരുദ്ദേശിച്ചേക്കുന്നത്, 196 സബ്സെക്ഷൻ 1. അതനുസരിച്ച് 2 വിഭാഗങ്ങളെന്ന് പറയുന്നത് 2 ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, അതേപോലുള്ള റേസ്, പിന്നെ അതേപോലെ തന്നെ ഈ ഓരോ സ്ഥലത്തിൻ്റെ പേരിൽ, അതായത് ഒരു പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളിലോ ഒക്കെ 2 സംഘങ്ങളെ തമ്മിൽ, 2 ഗ്രൂപ്പുകളെ തമ്മിൽ എൻമിറ്റി ഉണ്ടാക്കുക, അങ്ങനെ റയറ്റ് ഉണ്ടാക്കുക, അതിന് പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതുപോലുള്ള പ്രവർത്തികൾ, അതായത് ചിലപ്പോൾ ഐദർ ബൈ വേർഡ് സ്പോക്കൺ ഓർ ആക്ട്, ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ വാക്ക് മൂലമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലക്ട്രോണിക് മീൻസിൽ പടങ്ങളോ, ഇതൊക്കെ ആ രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കുന്ന അതിൻ്റെ ഒരു ഒഫൻസാണത്. ആ 2 ഗ്രൂപ്പുകളെന്ന് പറയുന്നതിനകത്ത് ഒരിക്കലും ഇതിനകത്ത് പോലീസ് 2 രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം ഉണ്ടാവും എന്നുള്ളതാണ്. അത് ആ സെക്ഷനിൽ പറയുന്നതേ ഇല്ല. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ആ സെക്ഷൻ വിഭാവന ചെയ്യുന്നതേ അല്ല. ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഹൈക്കോടതിയിലായാലും ശരി, അത് നിർബന്ധമായിട്ട് ക്വാഷ് ചെയ്യപ്പെട്ടു പോവും. ഇവർക്ക് പേരുദോഷവും വരും വീണ്ടും പോലീസിന്. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അതും വെച്ചുകൊണ്ടാണ് ഇയാളെ പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് എന്താ
ഇയാളെ പിടിച്ചുകൊണ്ട് പോകാൻ കാരണം ഒരു ചെറിയ ഒഫൻസാണിത്. അത് വേറെ വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. പിടിച്ചോണ്ട് പോകുമ്പോൾ അതിന് പോയിട്ട് ചെയ്തതെന്താ? ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയി. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പോയപ്പോൾ പറയപ്പെടുന്ന അയാൾക്ക് BP ഒരുപാട് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളാണ്. മരുന്നൊന്നും കഴിച്ചതല്ല, രാവിലെ അയാൾ കാപ്പിയും കുടിച്ചതല്ല. ഈ ഹൈപ്പർ ടെൻഷനും ഉണ്ട്, അതുപോലെ ഡയബറ്റിക്സ് അതും ഉണ്ട്, ആളുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ പിടിച്ചുകൊണ്ട് പോയി. അപ്പം വൈദ്യപരിശോധന വേണമെന്ന് പറഞ്ഞു. അവർ പോലീസുകാർ തന്നെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇതിനൊക്കെ ആരോ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഫോണിൽ, ECIക്ക് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് സാർ എന്ന് വിളിച്ച് ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ സാർ പറഞ്ഞനുസരിച്ച് പോയി. പോയപ്പോൾ നിങ്ങളെ വൈദ്യപരിശോധന നടത്തണം, കാരണം ഇയാളെ അങ്ങ് അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ BP 200 കയറി. അപ്പോൾ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇവിടുന്ന് എനിക്ക് വിടാൻ ഒക്കത്തില്ല, ഈ പേഷ്യൻറ്റിന് BP കുറയാതെ അയക്കാൻ പറ്റുകയില്ല, കാരണം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ട് അപകട മേഖല കഴിഞ്ഞുള്ള ഒരു രീതിയിലുള്ള ഹൈപ്പർ ടെൻഷനാണ്, ഉയർന്ന രക്തസമ്മർദ്ദമാണ്, അയക്കാൻ പറ്റുകയില്ല, മരണം വരെ സംഭവിക്കാം എപ്പോഴും. അത് പറഞ്ഞപ്പോൾ പോലീസുകാരും വരട്ടെ, എങ്ങനെയെങ്കിലും അവരെ തലേപ്പാടായെന്നവരും മനസ്സിലായി. അപ്പോൾ ഈ സാർ പിന്നെ വിളിക്കുന്നില്ലല്ലോ. ഏതായാലും ഇത് കഴിഞ്ഞ് കുറേ നേരം, ഏതാണ്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കണ്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇത് BP കുറച്ച് കുറഞ്ഞു. എന്നിട്ടും അത് ഹയർ സൈഡാണ് ആ BP. 100, 150, 100, 180 ഏതാണ്ടായി. ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഇയാളുടെ അടുത്ത് ചോദിച്ച് ഏതാണ്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിച്ച് എഴുതിയെടുത്തു കേട്ടോ. എഴുതിയെടുത്തിട്ട് അനങ്ങാതെ പറഞ്ഞു വിട്ടു. കാരണം അവിടെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്ത് വിട്ടു. അതിനുള്ള ഒഫൻസേ ഉള്ളൂ, കാരണം ഇത് ബെയിലബിളാണ്. പിന്നെ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ പോലീസിൻ്റെ വെർഷൻ എന്താ? ഇയാളെ കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കാനാണ്. ഒരാൾക്കൊരു നോട്ടീസ് കൊടുക്കാൻ അയാളെ പിടിച്ച്, ഇതുപോലൊരു നേതാവിനെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയാണോ നോട്ടീസ് കൊടുക്കേണ്ടത്? അതല്ല, ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാണോ ഇയാൾക്ക് നോട്ടീസ് കൊടുക്കേണ്ടത്? ഏറ്റവും വലിയ തെറ്റാ ചെയ്തേക്കുന്നത്. അത് സെക്ഷൻ 35 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSSൻ്റെ സെക്ഷൻ 35(3) വയലേഷനാണ് ഇവിടെ. വളരെ ഗ്രേവ് എററാണ് കമ്മിറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെടണ്ട എന്നുള്ള ഒരാളുടെ മൊഴിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നോട്ടീസ് നിർബന്ധമായിട്ട് കൊടുക്കണം. അറസ്റ്റ് ചെയ്യണമെങ്കിലോ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറച്ച് 7 വർഷത്തിന് താഴെ മുകളിലോട്ട് പണിഷ്മെൻറ്റ് ഉള്ള ഒഫൻസ് ആയിരിക്കണം. 7 വർഷം തടവ് ശിക്ഷയ്ക്ക് മുകളിലോട്ടുള്ള ഒഫൻസ് ആയിരിക്കണം. അല്ല, അതിന് താഴോട്ടുള്ളതിനൊന്നും ഇതുപോലെ പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇതിന് നോട്ടീസ് കൊടുക്കണം. നോട്ടീസും കൊടുത്തിട്ട്, ഇത് ചെറിയ ശിക്ഷയുള്ള ഒഫൻസാണിത് കേട്ടോ, 3 വർഷം. ഇത് നോട്ടീസ് കൊടുക്കണം. മാത്രമല്ല, ഈ ഒഫൻസ് നിൽക്കത്തുമില്ല. കാരണം 2 രാഷ്ട്രീയ ചേരികൾ തമ്മിലുള്ള തർക്കം ഉണ്ടാകുമെന്നും കലാപം ഉണ്ടാകുമെന്നും പറയുന്നത് 196 വകുപ്പിൻ്റെ പരിധി വരുന്നതല്ല. അത് മുഴുവൻ തെറ്റാണ്. അപ്പോൾ ഇത് ഈ നോട്ടീസ് കൊടുക്കാതെ വന്ന് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് പറയാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കുക. ഒരാൾക്ക് നോട്ടീസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇയാളൊരു കോൺഗ്രസ് നേതാവാണെന്നും അതുമൂലം ആ പാർട്ടിയെ ഇയാളെയും ആക്ഷേപിക്കാമെന്നും കണ്ടുകൊണ്ടല്ലേ ചെയ്യുന്നത്. മാത്രമല്ല, ആളുകളെ വരട്ടാൻ ഇങ്ങനെയുള്ളവരെ ഇതിൽ പോറ്റിപ്പാട്ടിന് കേസെടുത്ത മാതിരി, ഇനി മേലാൽ ഇത് ചെയ്താൽ നിന്നെയൊക്കെ അകത്തായി കളയും എന്നുള്ളത്. ഇങ്ങനെ പേടിക്കുന്നവരൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഈ ആംബുലൻസിൻ്റെ താക്കോൽ കൊടുക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനവിടെ വരുത്തി? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താ ഇതുമായിട്ടുള്ള ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ സ്പോൺസറല്ല, ഒന്നുമല്ല. ഇത് കൊടുത്തതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേറൊരു സംഘടനയോ മറ്റോ ആണ് അവർ കൊടുത്തേക്കുന്നത്. ഭീമ ഗോൾഡോ ഏതാണ്ടാണ്. അപ്പോൾ അവരെങ്ങാണ്ട് കൊടുത്തതാണ്. അതിനു വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനവിടെ വരുത്തി? അപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസൊക്കെ ആളുകളില്ലേ, ഉള്ളതല്ലേ. അപ്പോൾ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരുത്തനെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യവും അവൻ്റെ കയ്യിൽ നിന്ന് ഈ താക്കോൽ വാങ്ങിക്കേണ്ട കാര്യവും മുഖ്യമന്ത്രിക്കുണ്ടോ? സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇത് ആംബുലൻസ് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സ്വീകരിക്കാൻ വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ എന്താ കാര്യം എന്നുള്ളത് ചിന്തിക്കണ്ടേ? അങ്ങനെ ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ഈ വീഡിയോ വരാനിടയായത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ളത്. അതിൽ നിന്ന് കട്ട് ചെയ്തുള്ള പടങ്ങളാണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ AI ക്രിയേറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നു. പറയുന്നതൊക്കെ വലിയ വിവരക്കേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, AI ക്രിയേറ്റ് ചെയ്ത പടങ്ങളൊന്നും ഞാൻ അതിൽ കണ്ടില്ല. പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള
ഈ പടം കാണിച്ചേക്കുന്നതൊക്കെ ഈ ആ വീഡിയോ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ളതാണ്, അങ്ങനെ തോന്നുന്നതാണ്. എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അടുത്ത് കുശലം പറയാനോ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് സ്നേഹിക്കാനോ ഒന്നും പോകുന്നതൊന്നും അതിൽ കാണാനില്ല, ഒന്നും കണ്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. താക്കോല് സ്വീകരിച്ചു, ചിരിച്ച് കൈ കുപ്പി വണങ്ങി മുഖ്യമന്ത്രി പോയി, ഇതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ അവിടെ വരാൻ കാര്യം എന്താ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾ അവിടെ എങ്ങനെ വന്നു? ഇയാൾ എന്തിനു വന്നു? ഇയാൾ എന്തിനു ഇത് കൊടുത്തു? ഇതൊക്കെ ചിന്തിക്കേണ്ടത്. അതിന് ഇൻ്റലിജൻസ് ഉള്ള നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ രീതിയിലൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇനി ഇങ്ങനെയുള്ളവന്മാരെ അവിടെയൊക്കെ കയറ്റുമ്പോൾ ആലോചിക്കണം, ഇത് അപകടമാണെന്ന്. എവിടെ ആയാലും, ഏത് നേതാവിൻ്റെ അടുത്തായാലും. ഇപ്പം സോണിയാഗാന്ധിയുടെ അടുത്ത് ഇയാൾ പോയി നിന്ന് പടമെടുക്കുന്നതായിട്ട് പറഞ്ഞു. ആരെങ്കിലും അവിടെ കൊണ്ടുവന്നാണ്, അല്ലാതെ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? മാത്രമല്ല, അവർക്ക് ഇയാളുടെ നിന്ന് അയ്യപ്പൻ്റെ സ്വർണ്ണം കാണും, അവരെടുക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവി പോലും ലഭിക്കാൻ തുടങ്ങി കപ്പിനും ചുണ്ടിനും ഇടയിൽ അത് നഷ്ടപ്പെട്ടതാണ്, അത് വേണ്ടെന്ന് വെച്ചതാണ് സോണിയാഗാന്ധി. അങ്ങനെയുള്ള ആൾ തന്നെയാണോ ഇതുപോലുള്ള വർത്തമാനം പറയേണ്ടത്? അത് നമ്മുടെ മുഖ്യമന്ത്രി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ചിന്തിക്കുന്നത് എന്താ? ഈ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഇയാളെ വിളിച്ചുകൊണ്ട് പോയെന്ന്. എന്ത് തോന്നിയവാസം കാണിച്ചെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ പോലീസിന് ഇത്രയും തലയിലൊന്നുമില്ലേ? അത് മാത്രമല്ല, അതോ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നവന്മാർക്ക് തലയിൽ എന്തെങ്കിലും ഉണ്ടോ? ആൾ താമസമുണ്ടോ? അങ്ങനെയുള്ള ആളുകളാണ് ഈ ചെയ്യിക്കുന്നതൊക്കെ. ഇത് ഇത്രയും മനഃപൂർവ്വം ചെയ്തതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ ചെയ്തേക്കുന്നതാണ് പോലീസ്. പോലീസിന് കാര്യമായ വിരോധമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ഇത് മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം. ഇനിയുള്ള സമയമെങ്കിലും, കുറച്ച് സമയമേ ഉള്ളൂ ഇലക്ഷന്, അതിനു മുമ്പ് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ച് പേരുദോഷം വരുത്താതിരിക്കാൻ നോക്കുക, ശ്രദ്ധിക്കുക.